എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. സാധാരണ നമ്മൾ കിച്ചൺ ടിപ്പാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന 2 സിമ്പിളായിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് ഈ 2 ഐഡിയാസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 3 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് പോലെ ഞാനൊരു മാർക്കർ പെൻ വെച്ചിട്ട് വരച്ചു കൊടുത്തിട്ടാണ് അതേ രീതിയിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് ആദ്യം ഒന്ന് കത്തി വെച്ച് കട്ട് ചെയ്തു, പിന്നെ ഒരു സിസർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ 3 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ബോട്ടിൽ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തു. 2 സൈഡിലും കണ്ടോ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇഷ്ടമുള്ള പെയിൻറ്റ് വെച്ചൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് വേഗം പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ അക്രിലിക് കളറോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന പെയിൻറ്റില്ലേ, നമ്മുടെ ജനലിനൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന ആ ഒരു പെയിൻറ്റ് വെച്ചിട്ടായാലും ചെയ്താൽ മതി. അപ്പോൾ ഏത് പെയിൻറ്റെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു പപ്പടക്കോല് ഇതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിലൊന്ന് കാണിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ 2 സൈഡ് നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുത്തില്ലേ, അവിടെ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ 3 ബോട്ടിലും ചെയ്യണേ. ഇനി ബഡ്സ് ഒരു വൈറ്റ് അക്രിലിക് പെയിൻറ്റിൽ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഡോട്ട് ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിലാണ് ഞാൻ കൊടുക്കുന്നത്. 2 എണ്ണത്തിന് വൈറ്റ് ഡോട്ടും പിന്നെ സിൽവർ കളറിന് ബ്ലാക്ക് ഡോട്ടുമാണ് ഇട്ട് കൊടുത്തത്. അത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും പ്ലാസ്റ്റിക് ബോട്ടിലിൽ തന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഒരു ചിറക് പോലത്തെ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. യെല്ലോ പെയിൻറ്റ് ആദ്യം കൊടുത്തു, എന്നിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തു, കണ്ടി. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഒരു മൂടി എടുത്തിട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് പിന്നെ 2 വൈറ്റ് ഡോട്ടും ഇട്ട് കൊടുത്തു. അതുപോലെ ഞാൻ വേറെ 3 പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്തെടുത്തു. അതായത് ആദ്യത്തെ 2 വരയ്ക്ക് ബ്ലാക്ക് കൊടുത്തു, പിന്നെ യെല്ലോ, പിന്നെ ബ്ലാക്ക്, അങ്ങനത്തെ രീതിയിൽ ഈ ഒരു ഡിസൈനാണ് ചെയ്തത് കേട്ടോ. അതുപോലെ ഒരു ഹാങ്ങറും പെയിൻറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് അതിൽ 2 എണ്ണം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ കാണിച്ചു തരാം, കണ്ടോ. ഇത് ഞാൻ ചെറിയൊരു ലെങ്ത്ത് അവിടെ ഇങ്ങനെ വെട്ടാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അത് ആണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഹാങ്ങറിലേക്ക് ഇട്ടിട്ട് ഇവിടെ സ്റ്റാപ്ലർ അടിച്ച് ഫിക്സ് ചെയ്യാണ്. അതുപോലെയാണ് ഞാൻ 2 എണ്ണം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ഹാങ്ങറിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ പീസ് അവിടെ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് വെച്ചത്. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഹാങ്ങറിൽ ചുറ്റിയെടുത്തിട്ട് സ്റ്റാപ്ലർ അടിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉറച്ചിരുന്നോളൂ അത്. ഇനി അതുപോലെ ഈ ഒരു ബ്ലാക്ക് മൂടിയിൽ ഞാൻ 2 കൊമ്പ് പോലെ ഇങ്ങനെ ചെറിയ പീസ് ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ തന്നെ കട്ട് ചെയ്തിട്ട് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു യെല്ലോ കളറിൽ. അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കൊമ്പ് പോലെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ആദ്യം നമുക്ക് ഈ ബോട്ടിൽ ആ ഒരു 2 ചിറകുകളില്ലേ അതിങ്ങനെ താഴോട്ടാക്കിയിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം ആ ഒരു മൂടിയും കൂടെ ഒട്ടിച്ച് വയ്ക്കാം. ഞാനപ്പോൾ ഗ്ലൂഗൺ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അടിപൊളിയായിട്ടില്ലേ? ഇത് 2ഉം വെച്ചിട്ടുള്ള ഐഡിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം മറന്നുപോയി, നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ അതിന് 2 ഹോൾ ഇട്ട് കൊടുത്തതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് കെട്ടി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ 2 ഐഡിയാസും നമുക്ക് പോട്ടുകളായിട്ട് പ്ലാന്റ്സ് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. അതുപോലെ രണ്ടാമത്തെ ഉള്ളിലൊക്കെ നമുക്ക് ആണി അടിച്ചിട്ട് ഹാങ്ങർ തൂക്കിയിട്ട് ഇതുപോലെ ഇട്ട് വയ്ക്കാം. അപ്പോൾ മണി പ്ലാന്റൊക്കെ ചെറുതായിട്ട് മണ്ണിട്ടിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായാലും ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ എന്നും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന വീട്ടമ്മമാരും അതുപോലെ കൊച്ചു കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഇന്നത്തെ 2 ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി അപ്പോൾ നാളെ കുറച്ച് ടിപ്സൊക്കെ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.